ശബരിമലയിലെ പാരഡി ഗാനം അത് പാരയാകുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ശബരിമല പാരഡി ഗാനം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. പാട്ട് പങ്കുവച്ച സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകളുടെ വിവരത്തിനായി മെറ്റയ്ക്ക് ഇപ്പോൾ കത്തയച്ചിട്ടുണ്ട്. ഗാനം പ്രചരിപ്പിച്ചതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് സംശയം. അതിനിടെ പാരഡി ഗാനത്തിനെതിരെ കേസെടുത്തതിൽ വിമർശനം ശക്തമാവുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ നിർണായക പത്തനംതിട്ട സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. അർജുൻ ഖല്യാടും റഹീസ് റഷീദും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, വെരി ഗുഡ് മോർണിംഗ്. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം നമ്മൾ ഈ കേസിലേക്ക് വന്നാൽ, പാരഡി ഗാനത്തിലുള്ള കേസ് പാരയാവൂ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇതിലിപ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ ചില ആളുകളും സൈബർ പോരാളികളിൽ ചിലരെങ്കിലും ഇപ്പോൾ പാർട്ടി ഈ കേസ് സർക്കാർ എടുത്തതിനോട് യോജിക്കുന്നില്ല. നിലവിൽ 4 പ്രതികളാണ് FIR-ൽ ഉള്ളത്. അതിൽ ഒന്നാമത്തെ പ്രതി പാട്ടിൻ്റെ കുഞ്ഞബ്ദുള്ളയാണ്. പാട്ട് പാടിയ ആളുണ്ട്, ആ പാട്ട് നിർമ്മിച്ചയാളുണ്ട്. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചവരിലേക്കും ഒരുപക്ഷെ അന്വേഷണം വന്നേക്കാം എന്നുള്ളതാണ്. പക്ഷേ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനമെന്നറിയുന്നു. എങ്ങനെയാണ് ഇനി കേസ് നടപടികൾ ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും ഖത്തറിലിരിക്കുന്ന പ്രവാസി ആണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം പുള്ളിക്ക് കത്തയക്കുക, അതിനിടയ്ക്ക് മെറ്റയ്ക്ക് കത്തയച്ചു എന്നൊക്കെ കേൾക്കുന്നു. എങ്ങനെയാണ് കേസും നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്? ഇതിൽ പാർട്ടിക്കുള്ളിലും സർക്കാരിലുമൊക്കെ വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ടോ ഈ കേസ് എടുത്തതിൽ, അർജുൻ? ഡോക്ടർ അരുൺ, തീർച്ചയായും അത്തരം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്തു നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള സൂചനകളാണ്, അല്ലെങ്കിൽ പ്രാഥമികമായി അത്തരം ചില കാര്യങ്ങളാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രാരംഭ നടപടി എന്ന രീതിയിലാണ് ഈ മെറ്റക്ക് ഉൾപ്പെടെ കത്തയച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഈ പറയുന്ന FIR-ൽ രജിസ്റ്റർ ചെയ്ത 4 പേർക്ക് പുറമെ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഈ പറയുന്ന പാട്ടുകൾ പങ്കുവെക്കുകയോ അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്ത ഫേസ്ബുക്ക് അല്ലെങ്കിൽ സമൂഹ മാധ്യമ പ്രൊഫൈലുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈ പാട്ട് ഈ പറയുന്ന രീതി രാഷ്ട്രീയപരമായി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, അത് ഒരു മതചിഹ്നങ്ങൾ, അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു മതചിഹ്നത്തെ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ, അതിനകത്ത് ഏതെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, ഈ പറയുന്ന പാട്ട് എഴുതിയവരും അത് പിന്നീട് പാടിയവരും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമായ രീതിയിൽ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മെറ്റയ്ക്ക് കത്തയച്ചതായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതിന് പുറമെ ഈ മുഖ്യമന്ത്രിയുടെ ചിത്രവും അതുപോലെ തന്നെ ഈ പറയുന്ന പാർട്ടി കൊടികളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി ഉപയോഗിച്ചതും പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചതും ഈ പറയുന്ന അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഈ പറയുന്ന പോസ്റ്റുകൾ, മുഖ്യമന്ത്രിയുടെ ചിത്രമൊക്കെ ഈ പാട്ടിനോടൊപ്പം ചേർത്ത് ഉപയോഗിച്ചിട്ടുള്ള പോസ്റ്റുകൾ ഈ കേസെടുത്തതോടെ ഡിലീറ്റായി എന്നുള്ള കാര്യം കൂടി പോലീസ് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിന് പിറകിൽ ഒരു ഗൂഢാലോചന ഉണ്ട്, അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഭാഗമായി വന്ന പോസ്റ്റുകളാണ് അത്തരത്തിലുള്ള പോസ്റ്റുകൾ. അതുകൊണ്ടാണ് ഈ കേസെടുത്തതോടുകൂടി ഇത്തരം ഡിലീറ്റ് ആവാനുള്ള കാരണം എന്നുള്ള കാര്യം കൂടി പോലീസ് വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഈ കേസ് കുറച്ചുകൂടി സീരിയസ് ആയി പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഒരു പാരഡി ഗാനം മാത്രമല്ലേ എന്ന രീതിയിലാണ് എല്ലാവരും കണ്ടത്. അതിലൊക്കെ എന്ത് കേസെടുക്കാൻ, മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് കേസെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ സംശയിച്ചിരുന്നു. പക്ഷേ പോലീസിന് നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ചു ഈ കുഞ്ഞബ്ദുള്ളയുമായിട്ട്, ഈ കേസെടുത്ത ഉടൻ തന്നെ കുഞ്ഞബ്ദുള്ളയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നു. കുഞ്ഞബ്ദുള്ള പറഞ്ഞത് താനൊരു കോൺഗ്രസ് പ്രവർത്തകരാണ്, ഇതേപോലെ നിരവധി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, 100 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും അയ്യപ്പ ഭക്തന്റെ മതവികാരം വ്രണപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും താൻ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാണ് എന്നുകൂടി ഇന്നലെ കുഞ്ഞബ്ദുള്ള പറഞ്ഞിരുന്നു. പക്ഷേ കേസ് നിയമപരമായി തന്നെ നേരിടാനാണ് കുഞ്ഞബ്ദുള്ളയുടെ തീരുമാനം. കുഞ്ഞബ്ദുള്ള മാത്രമല്ല, ഡാനിഷ് ആണെങ്കിലും ശരി, ഈ പാട്ടിന്റെ നിർമ്മാണ കമ്പനി ആണെങ്കിലും ശരി, അവരൊക്കെ എന്തായാലും ഈ കേസിനെ ഇനി നേരിടേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ പാർട്ടി എങ്ങനെയാണ് ഇത് എടുക്കാൻ പോകുന്നത്? പാർട്ടിയും ഇതിന് പിന്നിലുണ്ടോ? ഇന്നലെ പത്തനംതിട്ടയിൽ നിന്നാണ് ഇതിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരാൾ ഈ കാര്യത്തിൽ, രാജു എബ്രഹാമാണ് ആദ്യം വെടിപൊട്ടിക്കുന്നത്. പിന്നീട് TP രാമകൃഷ്ണനും LDF കൺവീനറും ഈ കാര്യത്തിൽ പാരഡി ഏതെങ്കിലും തരത്തിൽ മതവികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവ സ്വഭാവത്തിൽ കേസ് എടുക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. ബാക്കി ആരും തുറന്നൊരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. പക്ഷേ സാമൂഹിക മാധ്യമങ്ങളിൽ ഇടത് അനുകൂലികളാണ് കൂടുതലും അത് പ്രചരിപ്പിക്കുന്നതും. റാഹീസ് റഷീദ് ഉണ്ട്. റാഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. റാഹീസ്, ഇപ്പോൾ അർജുൻ പറഞ്ഞതുപോലെ കേസുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നു. ഇത് പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടേറിയറ്റൊക്കെ ഉണ്ട്. പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഈ പാരഡിപ്പാട്ട് ഉപയോഗിച്ചതും അയ്യപ്പനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തിയതും തെരഞ്ഞെടുപ്പിൻ്റെ കറപ്റ്റ് പ്രാക്ടീസസിൽ പെടുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകാനാണോ, പാരഡി ഗാനം എഴുതിയ ആളുകളെ അടപടലം പൂട്ടാൻ വേണ്ടിയാണോ പാർട്ടിയുടെ തീരുമാനം?
പത്തനംതിട്ടയിലെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാകാനുള്ള സാധ്യതയുണ്ടോ റഹീഷ്? അരുൺകുമാർ, പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന് നിയമപരമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കണം എന്ന അഭിപ്രായമാണുള്ളത്. അത് പോലീസിൽ പരാതി നൽകണമെങ്കിൽ അങ്ങനെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകണമെങ്കിൽ അങ്ങനെ, ആ തരത്തിൽ നീങ്ങണം എന്നതാണ് അവരുടെ അഭിപ്രായം. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് അറിഞ്ഞതിനു ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. പക്ഷെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ചില നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ ഇത് വെളുക്കാൻ തയ്ക്കുന്നത് പാണ്ടാകുമോ എന്ന സംശയം ബാക്കിയുണ്ട്. കാരണം ഇത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ പൊതുവായി എല്ലാ കാലത്തും നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈ പാട്ട് വൈറലാകുന്ന സമയത്തൊന്നും ഇതിനെതിരെ പ്രശ്നം ഉന്നയിക്കാതെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അത് പ്രശ്നമായി ഉന്നയിക്കുന്നതിൽ ചില പ്രശ്നങ്ങളില്ലേ എന്ന് സംസ്ഥാന നേതൃത്വത്തിലുള്ള ചില നേതാക്കൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇന്ന് അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഇന്ന് CPIMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്ന സമയത്ത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം അവിടെ റിപ്പോർട്ട് ചെയ്യും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ തോമസ് ഐസക് ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമായ CS സുജാതയും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരായിരിക്കും സംസ്ഥാന സെന്ററിന്റെ തീരുമാനം അവിടെ റിപ്പോർട്ട് ചെയ്യുക. നിലവിൽ ഇത് കേസായ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ നിയമപരമായ നടപടികൾക്ക് പോകാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരാതി നൽകി, തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനമാണ് ഉണ്ടായത് എന്ന പരാതി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാനാണ് സാധ്യതകൾ കൂടുതലുള്ളത്. UDF ഇത് വീണ്ടും രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. നിലവിലത് ഗുണം ചെയ്തു. ഇനി ഈ വിവാദം ഇങ്ങനെ തന്നെ ലൈവായി നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പാട്ട് ഉപയോഗിക്കാം എന്ന കണക്കുകൂട്ടലാണ് UDF ഉള്ളത്. അതുകൂടി തിരിച്ചറിഞ്ഞുള്ള ഒരു തീരുമാനമായിരിക്കും CPIMന്റെ ഭാഗത്ത് നിന്ന് വരിക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ താങ്ക് യു റഹീസ് റഷീദ്, താങ്ക് യു അർജുൻ കല്യാൺ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു കാര്യം ഉറപ്പായി, പാർട്ടിയാണെങ്കിലും സർക്കാരാണെങ്കിലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും. അതിന്റെ ലക്ഷ്യം ഈ പാട്ടിനെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതല്ല. ഈ പാട്ടിനൊരു രണ്ടാം ഭാഗമോ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ രീതിയിൽ അയ്യപ്പൻ്റെ ഭക്തിഗാനങ്ങളുടെ പാരഡിയോ വരുന്നത് തടയുക എന്നുള്ളതാണ്. പ്രേക്ഷകർക്കറിയാമല്ലോ, ഈ അയ്യപ്പൻ്റെ ഭക്തിഗാനങ്ങളൊക്കെ പ്രത്യേകിച്ച് മണ്ഡലകാലത്ത് വീടുകളിലും ക്ഷേത്രങ്ങളിലും നമ്മുടെ യാത്രാവേളയിലും ഒക്കെ നമുക്ക് നൽകുന്ന ഒരു അനുഭൂതി ചെറുതല്ലല്ലോ. അപ്പോൾ അതിനെയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നതെന്നാണ് പാർട്ടിയുടെ നിലപാട്. എന്തായാലും ഇത് ഒരു പരിധിക്കപ്പുറത്തേക്ക് ചർച്ച പോകുന്നത് കേരളത്തിന് ഗുണകരമാവില്ല എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. കാരണം പാർട്ടി എഴുതിയ ആളിനെ ലക്ഷ്യം വയ്ക്കാൻ പാടില്ല. അതിനകത്തെ കണ്ടന്റാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. കണ്ടന്റിൽ ഏതെങ്കിലും തരത്തിൽ വിഷമം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് പരാതിയിൽ ഉന്നയിക്കാവുന്നതുമാണ്. അതാണ് ഇപ്പോൾ പരാതിയായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അത് ആഴത്തിൽ പരിശോധിക്കുമ്പോൾ അതിനകത്ത് മതവികാരം, ഈ BNSലെ 299 പ്രകാരമുള്ള മതവികാരം വ്രണപ്പെടുക എന്നുള്ളതൊക്കെ കാണാൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. കാര്യം അയ്യപ്പനെ ഒന്നും അതിനകത്ത് തികഴ്ത്തുന്നില്ല.